നിങ്ങൾ രണ്ടാളും വന്നതെന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങൾ കാരണം എൻ്റെ റിലേഷൻഷിപ്പ് കുളവായി. പഴയതുപോലെ ഞങ്ങൾ ഒന്നിക്കണമെന്നൊക്കെ പറയാനല്ലേ? അയ്യേ, ഞങ്ങൾ അതിനൊന്നുമല്ല വന്നത്. അയ്യേ ചമ്മി ചമ്മി. പക്ഷേ ക്യൂട്ടായിരുന്നു. നീ കേൾക്കണം, എനിക്ക് പോലും അറിയാത്തൊരു പരനാറി എന്നെ കൊല്ലാൻ നടക്കുക. അവനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് അറിയണം. ആളുമായിട്ട് എന്താ പ്രശ്നം? എനിക്കറിയത്തില്ല, അവൻ എന്നെ തല്ലിക്കൊല്ലണം. എടാ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അല്ല, നമ്മൾ ഈ സാധാരണ ആരാ തല്ലിക്കൊല്ലാറ്? നമ്മൾ ആരെ തല്ലിക്കൊല്ലാനാണ്? വല്ല പാറ്റയോ കൊതുവിനോ എല്ലാം ഉണ്ടെങ്കിൽ തല്ലിക്കൊല്ലും. ഈ കൊതുവിനെ എന്തിനാ തല്ലിക്കൊല്ലുന്നേ? കൊതു ചോര കുടിക്കുന്നുണ്ട്. അപ്പോൾ നീയും ആരുടെയെങ്കിലും ചോരയ്ക്ക് ഉത്തരവാദി ആയതുകൊണ്ടായിരിക്കൂലേ? അടിയാ, ഒരുത്തൻ ബൈക്ക് കൊണ്ടുവന്ന് KSRTCയുടെ അടിയിലോട്ട് കൊണ്ടുവന്ന് കയറ്റി. ഹെൽമെറ്റ് വെച്ചേക്കുന്നതുകൊണ്ട് തലച്ചോറൊന്നും ചിന്നിച്ച് തെറിയില്ല. പക്ഷേ ഹെൽമെറ്റിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറച്ച് പുറത്ത് വന്നിരിക്കുന്നു. ഡി ഡി ലക്ഷ്മി, ഡി ലക്ഷ്മി, ഡി ഡി എഴുന്നേക്കടി, ഡി ലക്ഷ്മി, ഡി ആ എഴുന്നേക്ക്. എന്തു പറ്റി എനക്ക്? ഓക്കെ അല്ലേ? ശേ, നീ എണീപ്പിച്ച. ഞാനാണെങ്കിൽ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി നിൽക്കിയിരുന്നു. എടാ, പോയി വെള്ളം വാങ്ങിച്ചിട്ടോ. ഓ അവിടെ എന്തുവാടേ? ഒരുത്തുരുത്തിയെ കിടത്തുന്നു, പിടിക്കുന്നു, പിന്നെ ഇരുത്തുന്നു. എന്താണ്? എന്ത്? അല്ല, ഇവിടെ പിടിയുമലേക്ക് എന്താണ്? അവൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. എണീക്കടവാ. എടി, നിനക്ക് അവനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞാ. അവനെ നീ അല്ലാണ്ട് വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എഴുന്നേക്ക്, മതി, വാ. എഴുന്നേറ്റ് വാടാ. ദിയ കണ്ടിട്ടുണ്ടോ അവനെ? നീ എനിക്ക് പട്ടി വരെ എല്ലായിടത്ത് തരുന്ന. ഒന്ന് എഴുന്നേറ്റ് വാ. എടാ, അവസാനമായിട്ട് പറയണം, എഴുന്നേറ്റ് വാടാ. അവളോടൊന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. എണീക്കടാ നായേ. ബ്രോ, ഒന്നിങ്ങി വരോ? ബ്രോയും വാടേ. വാ ബ്രോ. എന്താടാ? ഇങ്ങോട്ട് വാ. അയ്യോ, ഞാൻ ഈ വെള്ളം ഒന്ന് കൊടുത്തിട്ട് വരാം. വാ ബ്രോ. എന്താണ്? എന്താ പ്രശ്നം? അതൊന്നുമല്ല, ഞാൻ അവളുമായിട്ട് പിണങ്ങിയിരിക്കുക. ചെന്ന് മിണ്ടി പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നേ. ആ, നല്ല ആളാ ഉപദേശിക്കുന്നത്. വക്കീലിപ്പോൾ ബ്രേക്കപ്പ് ആയിരിക്കുമല്ലേ, ആദ്യം അത് പറഞ്ഞു തീർക്കാൻ നോക്ക്. അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യല്ലേ നീ. പിന്നെ നിന്റെ ഇഷ്യൂ അത് സീരിയസാ. പിന്നെ നിനക്കൊന്നും ഇങ്ങനെ ഉണ്ടായില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എൻ്റെ പൊന്നു വക്കീല് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് പോകാറില്ല. ഇങ്ങോട്ടൊരു പ്രശ്നം വന്നു കയറിയാൽ പോലും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് ചെയ്യുന്നത്. ദിയോട് കൂടിയിട്ടൊന്ന് ചോദിക്ക് അവനെ പരിചയമുണ്ടോന്ന്. പിന്നെ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനൊന്നും നിൽക്കണ്ട, അയാൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. നീ ഒന്ന് സമയം നോക്കിക്കുന്നത് നല്ലതായിരിക്കും. പോവാം. ചോര പോയാ? സാറേ, എൻ്റെ കൂടെ ഒന്ന് കൊടുത്തേക്കണേ. ഓ, ചേറ്റ. എത്രയാടാ? 60. $500 ചേഞ്ച് വേണോ? ആ, ബാക്കി തരാം. എങ്ങനെ? ബാക്കി തരാം സാറേ.
അഞ്ഞൂൻ്റെ ബാക്കി നീ എത്ര തരും? 440. ആ ബാക്കി എടുക്കുന്നതിന് മുമ്പേ ആ ഫുഡ് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് ഇങ്ങ് എടുക്കണേ. എന്താ സാറേ? ആ FSSയുടെ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ് എടുത്തിട്ട് വരാം. വെള്ളത്തിനൊക്കെ ഒരു ചൊവ. എന്തിപ്പോൾ നിൻ്റെ ചേഞ്ചൊക്കെ തീർന്നു പോയോ? ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയേ ഇവിടെ ഒട്ടിച്ച് വയ്ക്കണം. അതാ നിയമം. അത് കൊള്ളാം സാറേ. ഇങ്ങനെ തെണ്ടി ഇരന്ന് തിന്നാനും വേണം ഒരു തൊലിക്കട്ടി. നമ്മുടെ വക്കീൽ പറയുക സാറിൻ്റെ മുമ്പ് ചെന്ന് പെടല്ലെന്ന്. എത്ര ആളിങ്ങനെ പേടിച്ചടക്കും. ഡ്യൂട്ടി കയറി എന്തോ ഉണ്ടാക്കുമെന്നല്ലേ പറഞ്ഞേ. ഇപ്പോൾ ഉണ്ടാക്ക്. ഞാനും ഓമര കോളേജ് ജംഗ്ഷനിൽ തന്നെ കാണും. ഏതാവന്മാര്? നീ എന്തിനാ അയാളെ വെല്ലുവിളിക്കാൻ പോയത്? എടാ മോനെ, നീ കുറെ പാർട്ടിക്കാരെ വെച്ച് എന്നങ്ങ് ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ചാ? നിൻ്റെ കൂടെ പാർട്ടിക്കാരുള്ള പോലെ എൻ്റെ കൂടെ ഉണ്ടടാ ആൾക്കാർ. പക്ഷെ അവർ പോലീസിലാ. ഇനി നീ തോന്നിയാസവും കാണിച്ച അവന്മാരെയും കൂട്ടി ആ ജംഗ്ഷനിലാ വല്ലതും ഇറങ്ങിയ നല്ലത് കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക്. ഓടാ. ഇനി അവന്മാർ തമ്മിലായിക്കോളും. ഇത് ഇലക്ഷൻ കണ്ടാകുമ്പോഴത്തേക്ക് നല്ലതാ അവിടെ. ഇത് നമുക്കിട്ടുള്ള പണിയാടാ. അതെങ്ങനെ അറിയാൻ പറ്റും? നിൻ്റെയൊക്കെ പ്രിൻസിപ്പലിനെ അണ്ണാക്കി ചരിക്കുന്നത് പോരാഞ്ഞിട്ടാണോടാ റോട്ടി ഇറങ്ങിയ ഷോ? നമ്മളെ സ്ഥലത്ത് നമ്മൾ ഷോ ഇറങ്ങുന്നതിന് ഇപ്പം എന്താണ് പ്രശ്നം? നിങ്ങളുടെ സ്ഥലമോ? സർക്കാർ എപ്പോഴേ റോഡ് നിൻ്റെയൊക്കെ തന്തയ്ക്ക് എഴുതുന്നത്? സാറേ, ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നാൽ അത് ചെയ്തിട്ട് പോകണം. അല്ലാതെ വെറുതെ ഞങ്ങളുടെ മെക്കിട്ടേറാൻ നിൽക്കരുത്. എട് വണ്ടി എടു. വണ്ടി ഇടോ. ഇത് സാറേ, ഇത് സാറേ, അത് വേണ്ട സാറേ, അത് വേണ്ട, അത് വേണ്ട. എടാ ആരോടാണെന്ന് അത് വേണ്ട, അത് വേണ്ട, കൈകൊണ്ടുള്ള കൈകളിൽ വേണ്ട, അത് വേണ്ട, അത് വേണ്ട. സാറേ കോളേജ് എന്ത്? എടി സോറി, ഇനി ഞാൻ ഒരു പ്രശ്നത്തിനും പോകത്തില്ല. ഈ അവസ്ഥയിൽ
നീയും കൂടി ഇങ്ങനെ കാണിക്കില്ല. അയ്യോ എടി 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 ആ അയ്യോ ശബ്ദം ഉണ്ടാക്കല്ലേ. കവാല നോക്കി അടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കല്ലെന്നാ. എടി എടി പ്ലീസ്, ഈ അടിക്കുന്നതിനൊക്കെ EMI ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഓരോ മാസം വന്ന് കൊണ്ടുപോകാം. ഒത്തു വേണ്ട. എനിക്ക് റെഡി പേയ്മെന്റ് ഇഷ്ടം. ഒരെണ്ണമെങ്കിലും തരാതെ നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നില്ലേ, ഇനി ക്ഷമിക്കാലോ. ആലോചിക്കാം. വീട്ടിൽ കയറാനുള്ള ധൈര്യമൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയാ? ജീവന്റെ കാര്യം വരുമ്പോ വീട്ടിലെന്നല്ല പാർലമെന്റ് വരെ കയറി പോകും. എന്തു പറ്റി? എടാ നീ തല്ലിക്കോ, പക്ഷെ കാര്യം പറഞ്ഞിട്ട് തല്ല്. തല്ലാനാ? ഞാൻ നിന്നെ കൊല്ലാനോടെ വന്നത്. എടാ ഇത് ചെറിയ കാര്യമല്ല. നീ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യ്. എടി അതിൽ വേറെ പ്രശ്നമുണ്ട്, അത് ഞാൻ പറയാം. എനിക്കറിയേണ്ടത്, നീ അവനെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ട് പരിചയമുണ്ടോ? ഞാൻ അവനെ അന്ന് ആദ്യമായിട്ട് കാണുന്നേ. സംഭവം വേറെ ഒന്നുമല്ല, നീ ഞാനും അല്ലാണ്ട് അവനെ വേറെ ആരും കണ്ടിട്ടില്ല, അതാ. ഇല്ലടാ, ഉറപ്പാ. എനിക്കവനെ അറിയത്തില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ പന്നീനെ ഞാൻ തന്നെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കുഴിച്ചു മൂടും. എങ്കിൽ അതായിരിക്കും നല്ലത്. നീ സാധാരണ ഇങ്ങനെ പറയുന്നതല്ലല്ലോ. പിന്നെ കൊല്ലാൻ വരുന്നൊരു ഉമ്മ എടുക്കാൻ പറയാൻ പറ്റുമോ? അല്ല, നാളെ കാണാൻ പറ്റുമോ? നാളെ ആവട്ടെ. ഞാൻ ഇവിടെ നിന്ന് നാളെ ആക്കിയാലോ? അത് വേണ്ട, ചെല്ല്. അല്ല ഞാൻ ശബ്ദം ഉണ്ടാക്കല്ലേ. ചെറിയ ചെറിയ ചേട്ടൻ ഓർത്തുണ്ട്. ഓ അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. അച്ഛനാ? ഇയാളുടെ ചേട്ടൻ്റെ മോനെങ്ങനെ ഇയാൾക്ക് അച്ഛനാവുന്നത്?